മിശിഹായിൽ എത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. എല്ലാവർക്കും പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആശംസകൾ നേരുന്നു. ഒന്നാം വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 24, ഉടമ്പടി ഉറപ്പിക്കുന്നു. രണ്ടാം വായന ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 9, ബലി പഴയതും പുതിയതും. സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റേത് അധ്യായം 14, പെസഹ ആചരിക്കുന്നു, പുതിയ ഉടമ്പടി, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. പരിശുദ്ധ കുർബാന കുദാശയും ബലിയുമാവുന്നു. തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്പർ 1402 ദിവ്യാനത്തെപ്പറ്റി പഠനങ്ങളുണ്ട്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സദൃശ്യങ്ങളിൽ നമ്മുടെ കർത്താവ് ശംശയുടെ ശരീരവും രക്തവും ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും ഉൾക്കൊള്ളുന്ന കുദാശയാണ് ദിവ്യകാരുണ്യം. കുദാശയും ബലിയും ക്രിസ്തുവിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തിയുടെ തലങ്ങളാണ്. പരിശുദ്ധ കുർബാന ദൈവസാന്നിധ്യത്തിൻ്റെ കുദാശയാണ്. നമ്മുടെ ദേവാലയങ്ങളെ പരിശുദ്ധമാക്കുന്നത് ബലിപീഠത്തിൽ സന്നിഹിതനാകുന്ന ഈശോയുടെ സാന്നിധ്യമാണ്. അതോടൊപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അധ്യായം 6 വിശുദ്ധ കുർബാനയെപ്പറ്റി വളരെ നല്ലൊരു വിവരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാന സന്ദർശനം, പരിശുദ്ധ കുർബാനയുടെ വാഴ്വ്, ദൈനംദിന പരിശുദ്ധ കുർബാന പങ്കാളിത്തം, കടമുള്ള ദിവസങ്ങളിലെ ആഘോഷമായ ആചരണവും പങ്കാളിത്തവും കൂടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കാം. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.